പട്ടിയുടെ 2 കണ്ണു മാത്രമേ വെള്ളത്തിൽ മുകളിലുണ്ടായിരുന്നുള്ളതാണ് പറയുന്നത് അവർ. രാത്രി തുറന്നു പോകും. 2 വീട്ടുകാരുടെ കോഴിയും കൂടും, അവിടെ ഒരു താറാവിൻ്റെ കൂടെ എല്ലാം കൂടെ വെള്ളത്തിൽ കൂടെ പോയി. 2 താറാവും കണ്ട് അക്കരയ്ക്ക് നീന്തി പോയോണ്ട് അതിനെ കിട്ടി. ഇടുക്കി ജില്ലയിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. മാനം തെളിഞ്ഞിട്ടുണ്ട്. വലിയ ആശ്വാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ജനങ്ങൾ എന്നുള്ളതാണ്. ഞങ്ങൾ ഉള്ളത് ഇടുക്കി തെക്കും ഭാഗത്താണ്. ഇവിടെയൊക്കെ ഇന്നലെ പെയ്ത മഴയിൽ വലിയ വെള്ളക്കെട്ടുണ്ടായതാണ്. ഇതാ കാണുന്ന തോടിൽ നിന്ന് ഈ പ്രദേശമൊക്കെ വെള്ളം മൂടുന്ന നിലയിലേക്ക്, സമീപത്തെ വീടുകളിലൊക്കെ വെള്ളം കയറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. ഇപ്പോൾ വെള്ളം താഴ്ന്നിട്ടുണ്ട്. വലിയ ആശ്വാസത്തിലാണ് നാട്ടുകാർ എന്ന് തോന്നുന്നു. ചേട്ടാ, വെള്ളം താഴ്ന്നിട്ടുണ്ട് അല്ലേ? വീട്ടിൽ കയറിയ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി. എത്ര വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഈ പ്രദേശത്ത്? ഇവിടെ 3-4 വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഈ കവലയ്ക്ക് തന്നെ. ഒന്ന് ആ വീട്, ഒന്ന് ഇത്, അങ്ങനെ എല്ലായിടത്തും കയറിയിട്ടുണ്ടായിരുന്നു. ഈ ബസ് സ്റ്റോപ്പിലൊക്കെ വെള്ളമായിരുന്നു അങ്ങനെയാ? ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഇവിടെയൊക്കെ വെള്ളം കയറി വന്നായിരുന്നു. പിന്നെ ഈ റോഡിൽ കൂടെ എല്ലാം വെള്ളം ഒഴുകി വണ്ടിയൊന്നും പോയില്ലാതെ ആയിരുന്നു. വീടുകളിൽ നിന്നൊക്കെ ആൾക്കാർ മാറി താമസിക്കേണ്ട വന്നായിരുന്നു. എല്ലാവരും തിരിച്ചു വന്നു. ഈ രാത്രിയൊന്നും മഴ പെയ്തില്ലാത്തതുകൊണ്ട് എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ട്. സാധാരണ മഴക്കാലങ്ങളിൽ എങ്ങനെ ഇവിടെ വെള്ളം കയറുമോ? സാധാരണ ഈ വലിയ വെള്ളം കയറ്റമില്ല. ഒരു 2018 കഴിഞ്ഞ പിന്നെ അങ്ങനെ വെള്ളം കയറിയിട്ടില്ല. ഇതവിടെ ഇതുപോലെ ഒറ്റയടിക്ക് പ്രതീക്ഷിക്കാത്തൊരു സമയത്തായി പോയി വെള്ളം കയറിയത്. വലിയ മഴ ഏതാണ്ട് കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ ഏട്ടാ? വലിയ മഴ മാറിയെന്ന് തോന്നുന്നു. ഈ രാത്രിയൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പം തന്നെ ഒരു നല്ല തെളിവായല്ലോ. 1 മണിക്കൂറിൽ മഴ ഉണ്ടാകുമോ? എന്താ ഒരു കണ്ടിട്ട് പ്രതീക്ഷയില്ല. മഴ മാറിയിരിക്കുന്ന വലിയ ആശ്വാസം ഉണ്ടല്ലോ ഏട്ടാ? അതുകൊണ്ട് മുകളിൽ 2 വീട്ടുകാരുടെ കോഴിയും കൂടും, അവിടെ ഒരു താറാവിൻ്റെ കൂടെ എല്ലാം കൂടെ വെള്ളത്തിൽ കൂടെ പോയി. തൊട്ടപ്പുറം തന്നെ ഒഴുകിപ്പോയി, കിട്ടിയില്ല. പോയി. 2 താറാവും കണ്ട് അക്കരയ്ക്ക് നീന്തി പോയോണ്ട് അതിനെ കിട്ടി. ഒരാൾക്കടെ 11 കോഴിയിലും കണ്ട് 2-3 കിട്ടി. ബാക്കിയെല്ലാം ഒഴുകിപ്പോയി. വിജയൻ എന്ന് പറഞ്ഞാൽ കോഴിയെല്ലാം അവിടെ മുറ്റത്ത് നെറ്റിട്ടിട്ട് ആ നെറ്റിൻ്റെ അകത്തേക്ക് ആക്കുക. ഇത് കോഴിക്കൂട് എന്നിട്ട് പിടിച്ചു കെട്ടി വെച്ചേക്കുക. കോഴികൾ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി. പട്ടിക്കൂടും കൂടെ പട്ടിയുടെ 2 കണ്ണു മാത്രമേ വെള്ളത്തിൽ മുകളിലുണ്ടായിരുന്നുള്ളതാണ് പറയുന്നത് അവർ. രാത്രി തുറന്നു നോക്കുമ്പോൾ പട്ടി രക്ഷപ്പെട്ടോ? പക്ഷി രക്ഷപ്പെട്ടു, ചത്തില്ല. തീർച്ചയായും മനുഷ്യർക്ക് മാത്രമല്ല ഈ വളർത്തുമൃഗങ്ങൾക്കും മഴ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതാണ്. ഏതായാലും ഇടുക്കിയിൽ ആശ്വാസകരമായ സാഹചര്യം മടങ്ങിയെത്തിയിട്ടുണ്ട്. ഈ ദുരിതബാധിതരായ ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഏതാണ്ട് 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 100ഓളം ആളുകളാണുള്ളത്. ഈ തെക്കുംഭാഗത്തിന് തൊട്ടടുത്താണ് ആലക്കോട് മേഖലയിൽ മണ്ണിടിഞ്ഞ് വലിയ ദുരന്തം ഉണ്ടായിരുന്നു. അവിടെയും ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ അപകട സാധ്യത പരിഗണിച്ച് വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ സാധ്യത നിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെയും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അവരിപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുകയാണ്. പക്ഷേ മാനം തെളിഞ്ഞ് മടങ്ങിയെത്തിയിരിക്കുന്നത്, അന്തരീക്ഷം കൂടുതൽ പ്രസന്നമായിരിക്കുന്നത് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. പക്ഷേ നിയന്ത്രണങ്ങളെല്ലാം അതേപടി തുടരുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രത പുലർത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം ആളുകളോട് ആവശ്യപ്പെടുന്നത്. ഷെറി മോഹനോടൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1 ഇടുക്കി.